ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണല്ലോ. അപ്പോൾ നല്ല അടിപൊളി ആൻഡ് ഹെൽത്തി കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. റാഗി കൊണ്ട് കേക്ക് ഉണ്ടാക്കിയതാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ബട്ടർ 50 ഗ്രാമാണ് എടുക്കുന്നത്. 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഞാൻ ഇതിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ. 50 ഗ്രാം ബട്ടറും മിക്സിയിലിട്ട് അടിക്കണം. അല്ലാതെ ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്കെല്ലാം ഇൻസ്റ്റൻറ്റ് പരിപാടിയാണ്. 10 മിനിറ്റിനകം എനിക്ക് കേക്ക് റെഡിയായി കിട്ടണം. അപ്പോൾ മിക്സിയിലടിക്കുന്നതാണ് എളുപ്പം. അതും 2 മുട്ടയും കൂടെ മിക്സിയിലിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. മിക്സിയിലടിക്കുന്നതിനേക്കാളും ബീറ്റർ വെച്ച് ചെയ്താൽ നല്ല സോഫ്റ്റും പഞ്ഞി പോലെ ഇരിക്കും. പക്ഷേ എനിക്കതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് പരിപാടിയില്ലേ, അപ്പോൾ എത്രയും വേഗം തീർക്കാൻ നോക്കുന്നതല്ലേ, അതുകൊണ്ട് മിക്സിയിലെടുക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ തിങ്കളാഴ്ച വീഡിയോ ഇടണം, എന്നാ ചെയ്യണമെന്ന് ഞായറാഴ്ച വൈകിട്ട് ഓർത്തപ്പോഴാണ്. അപ്പോൾ പൊന്നു പറഞ്ഞ അമ്മ ഒരു റാഗി കേക്ക് ഉണ്ടാക്കുക, ഒത്തിരി ദിവസമായില്ലേ കേക്ക് ഉണ്ടാക്കിയിട്ട്. ശരിയാണ്, ഞാൻ ഇപ്പോൾ സ്വീറ്റ്സ് ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഒരു ചേഞ്ചുമാകും, വലിയ മധുരവും ഇല്ലാതെ റാഗി കൊണ്ടല്ലേ എന്നോർത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മുട്ടയും ബട്ടറും കൂടെ മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് റാഗി ഒരു കപ്പും മൈദ അരക്കപ്പ്, കൊക്കോ പൗഡർ ശർക്കര പൊടിയാണ് അത് 1/4 കപ്പ്, കൊക്കോ പൗഡർ 1/4. കേക്കിന് എല്ലാം കൃത്യ മെഷർമെൻ്റ് ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ മാക്സിമം എൻ്റെ കണക്കിന് അങ്ങ് എടുക്കുന്നതാണ്. നമുക്ക് ആ മാവിൻ്റെ ബാറ്റർ ശരിയായി കിട്ടിയാൽ കേക്ക് സൂപ്പറാകും. ഞാനിതിനകത്ത് 1/4 കപ്പ് ശർക്കരയെ എടുത്തിട്ടുള്ളൂ. മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ജസ്റ്റ് ഒരു മധുരത്തിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. വലിയ മധുരം കാണത്തില്ല, എന്നാലും നല്ല ടേസ്റ്റിയാണ്. പിന്നെ കൊക്കോ പൗഡറും ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ബാറ്ററിനകത്ത് മിക്സ് ചെയ്യുക. ഈ പൊടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ മാവ് മിക്സ് ചെയ്യുമ്പം ഒത്തിരി ഇട്ട് ഇളക്കരുത്. നല്ല സ്മൂത്തായിട്ട് അങ്ങ് മിക്സ് ചെയ്യണമെന്നാണ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിക്നെസ് നോക്കിയിട്ട് ഇച്ചിരി കൂടെ ലിക്വിഡ് ആക്കണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം തൈരും റീഫൈൻഡ് ഓയിലും ചേർത്താലും ടേസ്റ്റാണ്. ഞാൻ റീഫൈൻഡ് ഓയിൽ ഞങ്ങൾ മേടിക്കത്തില്ലാത്തതുകൊണ്ട് ബട്ടർ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മുട്ടയും ബട്ടറും ചേർക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ റീഫൈൻഡ് ഓയിലും തൈരും കൂടെ മിക്സ് ചെയ്താലും മതി. എസൻസിൻ്റെ ഫ്ലേവർ ഇവിടെ അധികം ഇഷ്ടമില്ല. എന്നാലും ഇത് മുട്ട ചേർത്തതായതുകൊണ്ട് ഒരു ഡ്രോപ്പെങ്കിലും എസൻസ് ചേർത്തില്ലെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ലിങ്ങനെ വരും എന്നുള്ളത് കൊണ്ട് ഞാൻ 1-2 ഡ്രോപ്പ് എസൻസ് ചേർത്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ പാത്രത്തിൽ നെയ്യും പരട്ടിയിട്ട് അതിൻ്റെ മേലിൽ ഇച്ചിരി പൊടി ഇട്ടു എന്ന് വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് പാത്രത്തിന് 1/4 ഭാഗം മാവ് ഒഴിച്ചാൽ മതി, അത് പൊങ്ങി ഫുൾ ആയിക്കോളും. അപ്പം ഞാനിപ്പം ഗ്യാസിലാണ് വെക്കാൻ പോകുന്നത്. അവനില്ല, ഗ്യാസിൽ വെക്കുന്ന ഓവനുണ്ട്. അതിൻ്റെ അടിയിലത്തെ പാത്രം പോയതുകൊണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം ആദ്യം വെച്ച് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ മാവ് ഒഴിച്ച് കഴിഞ്ഞ് ഈ പാത്രം നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുക്കുന്നത് നല്ലതെന്ന് വെച്ചാൽ അതിൻ്റെ എയർ കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രം ചൂടായി, മേളത്തെ പാത്രം ചെറിയ ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിനകത്ത് കേക്ക് വെച്ച് അടച്ചു കൊടുക്കുക. ഒരു 1/2 അവർ വേണമായിരിക്കും ഇത്രയും വെന്ത് കിട്ടാൻ. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി, ആയിട്ടില്ല. ഇതിൻ്റെ മേളിൽ തന്നെ ചെറിയ കപ്പ് കേക്കിൻ്റെ പാത്രവും വെക്കാം. പക്ഷേ എനിക്ക് റാഗിയുടെ ആയതുകൊണ്ട് അടിക്ക് പിടിക്കുമെന്നൊരു പേടിയായതുകൊണ്ട് അങ്ങനെ വെക്കാതെ ഞാൻ വേറെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അടി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. അതാദ്യമായിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ നോർമലി മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കാണെങ്കിൽ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് 2 ലെയറായിട്ട് വെക്കുന്നത്. പക്ഷേ ഇത് റാഗിയുടെ ഇച്ചിരി അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്പ്പായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചതാണ്. പക്ഷേ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്, പെട്ടെന്നുമായി. 10 മിനിറ്റ് എനിക്ക് കേക്ക് റെഡിയായിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റുമാണ്. ഇപ്പോൾ തോന്നുന്നു ഇങ്ങനെ വെക്കുന്നത് ഏറ്റവും എളുപ്പമായിരുന്നു. ഒത്തിരി പെട്ടെന്ന് സംഭവം നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും.
മറ്റേ വെച്ചിട്ട് ഞാൻ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാണ് ഇത് വെച്ച്, പക്ഷേ അതായിട്ടുണ്ട്. ഇതുവരെയും ആയിട്ടില്ല, നടുക്ക് ഇച്ചിരി കൂടെ വേകാനുണ്ട്. അപ്പോൾ നമ്മുടെ റെഡിയായ കപ്പ് കേക്ക് നമുക്ക് എടുത്ത് നോക്കാം. അത് നല്ല ചൂടായി നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് വന്നു. രാഗിയുടെ കേക്ക് ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമാണ്. മറ്റേ കേക്ക് റെഡിയാകാൻ ഇച്ചിരി കൂടെ താമസമുണ്ട് കേട്ടോ. അതും കൂടെ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാം. ഇതെല്ലാം ചൂടാറി പാത്രത്തിലേക്ക് എടുത്തപ്പോഴത്തേക്ക് ആ കേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ അതും കൂടെ എടുത്ത് ചൂടാറി കഴിയുമ്പം മുറിച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു അതും കുഴപ്പമൊന്നുമില്ല, നല്ല നോർമലായിട്ട് തന്നെ വന്നിരിക്കുന്നു. നല്ല സോഫ്റ്റാണ്, അടിക്കൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റ് പരുവമാണ്. താല്പര്യമുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മേലിൽ ഇച്ചിരി ക്രീമോ ചോക്ലേറ്റോ ഒക്കെ ഒഴിച്ചാൽ, പിള്ളേരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.